സോ സെലിബ്രേറ്റിംഗ് ദ ഡേ 6 ഓഫ് പ്രൈഡ് മന്ത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1996 റിലീസ് ചെയ്ത ദീപ മേത്ത സംവിധാനം ചെയ്ത ഫയർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ മെയിൻ സ്ട്രീം ഫിലിമിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഹോമോസെക്ഷൽ ഇൻറ്റിമേറ്റ് സീൻസ് കാണിക്കുന്നുണ്ടാവുക. അതിൻ്റെ പേരിൽ തന്നെ ഒത്തിരി കോൺട്രവേഴ്സീസ് ആ സിനിമയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. സെൻസർ ബോർഡിൻ്റെ ഒരു വിധത്തിലുമുള്ള കട്ട്സും ഇല്ലാതെയാണ് 1998 നവംബറിൽ ഈ സിനിമ ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത്. 3 ആഴ്ചകളായിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് ഈ സിനിമ ഇന്ത്യൻ തിയേറ്റേഴ്സിൽ ഓടിയെന്നുള്ളതാണ്. അതിനുശേഷം റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിട്ടുള്ള BJP, ശിവസേന പോലെയുള്ള പാർട്ടീസ് ഈ സിനിമ ബാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒത്തിരി പ്രൊട്ടസ്റ്റുകൾ നടത്തുന്നു. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ്ലി ഈ സിനിമ വീണ്ടും സെൻസർ ബോർഡിലേക്ക് അയക്കുവാണ്. പക്ഷെ വീണ്ടും സെൻസർ ബോർഡ് അതിൽ ഒരു രീതിയിലുമുള്ള എഡിറ്റ്സും കട്ട്സും ഒന്നും പറയുന്നില്ല. അങ്ങനെ ഫെബ്രുവരി 1999 ആ സിനിമ ഇന്ത്യയിൽ വീണ്ടും റിലീസ് ചെയ്യാണ്. ഇന്ന് ഞാൻ ഈ സിനിമയെ നോക്കി കാണുമ്പോൾ അത് ജസ്റ്റ് ഒരു ഹോമോസെക്ഷൽ ലെസ്ബിയൻ ലവ് സ്റ്റോറി ആയിട്ട് മാത്രം ആ സിനിമയെ ടാഗ് ചെയ്ത് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ പാട്രിയാർക്കൽ ഫാമിലിയിലുള്ള 2 മരുമക്കൾ, സീത, രാധ എന്ന് പറയുന്ന 2 മരുമക്കൾ, ഹൗ ദേ ആർ ഫൈൻഡിങ് ഹാപ്പിനെസ്, ഹൗ ദേ ആർ ഫൈൻഡിങ് ലവ് ഇൻ ഈച്ച് അതർ എന്നതാണ് ഈ ഒരു സിനിമ. ആൻഡ് അതിൻ്റെ ഒരു പോയിന്റിൽ സീത എന്ന് പറയുന്ന ക്യാരക്ടർ രാധയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഹൗ വി ഫീൽ ഫോർ ഈച്ച് അതർ എന്നതിന് നമ്മുടെ ഭാഷയിൽ ഒരു വാക്കുപോലും ഇല്ല എന്നുള്ളത്. സോ അതാണ്, ചില സ്നേഹങ്ങൾ നമ്മുടെ ഭാഷയുടെ, നമ്മുടെ സമൂഹത്തിൻ്റെ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്നതാണ്. ആൻഡ് വി മസ്റ്റ് ചെറിഷ് ദോസ് ലവ് സ്റ്റോറീസ്. അതാണ് ഇന്നത്തെ പ്രൈഡ് സിനിമ. ഹാപ്പി പ്രൈഡ്.